ടീം ചാരിറ്റി ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം, ഡയാലിസിസ് രോഗികൾക്ക് ഓണപ്പുടവ വിതരണം, ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കൽ എന്നിവ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തി. നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ടീം ചാരിറ്റി ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഡയാലിസിസ് രോഗികൾക്ക് ഓണപ്പുടവ നൽകലും ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കലും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയും അവർ ചെയ്യുന്ന പ്രവൃത്തി വേറെ ഒന്നും ആഗ്രഹിച്ചല്ല ഇത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനുഗ്രഹം ആ ടീം ആലപ്പുഴയ്ക്ക്, ചാരിറ്റി ആലപ്പുഴയ്ക്ക് എന്നും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ 800ഓളം പേർക്ക് ഫുഡ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനപ്പം മനസ്സിലാലോചിച്ചാണ് അടുത്ത ശനിയാഴ്ച എൻ്റെ വക ഞാനൊരു 4500 രൂപ കൊടുത്ത് ഈ ഒരു ചാരിറ്റിയുടെ അംഗമാകാം, ഒരു ഭാഗമാകാമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകൾ, എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഔദ്യോഗികമായി ഈ ടീം ചാരിറ്റിയുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിക്കുന്നു. ഏത് പരിപാടികളുണ്ടെങ്കിലും ഏത് വിശേഷങ്ങളുണ്ടെങ്കിലും എല്ലാം അതുപോലെ ആശാ വർക്കേഴ്സ് ഉണ്ട് ഇതിനകത്ത്. കാര്യം കുടുംബശ്രീക്കാരുണ്ട്. കാര്യം ഇതിനകത്ത് ബന്ധപ്പെടാത്തവരാരുമില്ല. കാര്യം അങ്ങനെയുള്ള ചാരിറ്റിയാണ് ഇവർ നടത്തുന്നത്. കാരണം അവർ പലരെയും കണ്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് അത് മുഴുക്കാതെ വരുമ്പോൾ പലരെയും കണ്ട് കിട്ടുന്ന സംഭാവനകൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകുമാറാകട്ടെ. കാരണം നമുക്കറിയാം, ഈ വരും കാലങ്ങളിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ വീടുകളിലുമുണ്ട്, നമ്മുടെ പരിസരത്തുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്. ദിവസേന കായംകുളം ആശുപത്രിയിൽ 56 ഡയാലിസിസാണ് ഇവിടെ നടക്കുന്നത്. ഡയാലിസിസ് 56 എണ്ണമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് നടക്കുന്ന ആശുപത്രി കായംകുളം ആശുപത്രിയാണ്. ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. ഡയാലിസിസ് രോഗികൾക്കുള്ള ഓണപ്പുടവ് വിതരണം കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിനീഷ് പി വി നിർവഹിച്ചു. ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കൽ കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാവിൽ നിസാം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ, വാർഡ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ്, അബ്ദുൽ ജലീൽ, മിനി സലീം, ഹസൻ കോയ, ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർ ശ്രീപ്രസാദ്, ഡോക്ടർ ഷബീർ മുഹമ്മദ്, ഫാദർ ഫിലിപ്പ് ജന്മത്തുകളത്തിൽ, അബു ജനത, എം ഹുസൈൻ, മനാഫ് റാണീസ്, റിയാസ് സീഡിനറ്റ്, സിറാജുദ്ദീൻ ഷംസ്, ഫാത്തിമ, അനസ്, ഹാഷിം മാമാന്തറ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് ആറ്റക്കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സെക്രട്ടറി ഷിത ബഷീർ സ്വാഗതം പറഞ്ഞു. ട്രഷറർ അബ്ദുൾ റഷീദ്, വൈസ് പ്രസിഡന്റ് പുഷ്പമണി, ജോയിന്റ് സെക്രട്ടറി സുമയ്യ, എക്സിക്യൂട്ടീവ് അംഗം ഷീജ റഷീദ്, അസീർ, സുബൈദ ഷാജഹാൻ, രാധാമണി, കൊച്ചുമോൾ, ഷൈല ഷാജഹാൻ, മാരിയത്ത് ബീവി, സാജിദ ഉകാശ്, സുരൻ ബഷീർ, ശ്രീനാഥ്, റീന നാസർ, ബദർ കേരള, ഷാജി കെ, ഷംനാഥ് എ, മെറ്റൽസ്, സമീർ കോയിക്കനേത്ത്, മധു, സാജൻ, നൂറുദ്ദീൻ കെ, മാരിമുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.